ഹലോ, ഇന്നത്തെ വീഡിയോ നമ്മൾ വീട് ഷിഫ്റ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ വിചാരിക്കാണ്ട് പെട്ടെന്ന് നമുക്ക് വീട് മാറേണ്ടി വന്നു. നമ്മൾ വിചാരിച്ച ഡേറ്റിന് മുന്നേ തന്നെ ആയിട്ടോ. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വീട് മാറണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരവ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഭഗവാനെ കണ്ട് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ പോയി വന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ഇന്ന് ഇവിടെ നമ്മൾ ഫുഡൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ തലേന്ന് തന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പറ്റുന്ന പോലെ ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ഇന്നാണ്. അപ്പോൾ ഫാനും കാര്യങ്ങളൊക്കെ അയക്കാൻ കേട്ടോ സേത്തേട്ടൻ. പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്ത് പെട്ടിയിലും ചാക്കുകളിലും ഒക്കെ ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അലമാരയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയൊന്നും വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ പാക്ക് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം 2 വണ്ടിക്കുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഫോട്ടോസും തുടയ്ക്കാനും പിടിക്കാനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിളക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ വാടക വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ഇവിടെ നിന്നുള്ളത് ഇറക്കാമെന്ന് വെച്ചു. ഇപ്പോൾ നമ്മുടെ ഗണപതിയുടെ വിഗ്രഹം മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചന്തുവാണ് കേട്ടോ കഴുകി തന്നത്. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഓരോന്ന് ഇറക്കി തുടങ്ങി. ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലമാരി ഇറക്കലാണ്. കല്യാണം കഴിഞ്ഞ് വിരുന്നിന് ഈ അലമാരി കൊണ്ടുവന്നിട്ട് നമുക്ക് സ്റ്റെയർ കേസൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ മുകളിലെ റൂമിലേക്ക് കയറ്റിയത്. പിന്നെ നമ്മൾ ഈ വീട് വെച്ചപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്തെ റൂമും മതി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം സാധനങ്ങൾ ഇറക്കിയിട്ടും ഇത്ര പേരുണ്ടായിട്ടും ഇത് കയറ്റാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം അലമാരി അതുകൊണ്ട് നമുക്ക് കളഞ്ഞിട്ട് പോരാനും പറ്റില്ലല്ലോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് സാധനങ്ങൾ പോയി. സെക്കൻഡ് ട്രിപ്പ് നമ്മൾ ചെറിയ വണ്ടിയിൽ സാധനങ്ങളാക്കി. അതിനുശേഷം ബാക്കിയുള്ള നമ്മൾ കാറിൽ കൊണ്ടുവന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ കയറ്റി പോയതിന് ശേഷം ഞാൻ വീടൊന്ന് ക്ലീൻ ചെയ്തിട്ടാന്ന് വെച്ചു. ഇനിയും കുറച്ച് സാധനങ്ങൾ മാറ്റാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിനുള്ളത് ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ മാറ്റാമെന്നുള്ള പ്ലാനിലാണ്. വീട് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണത് എത്രയും പെട്ടെന്ന് ഒരു വീടൊന്ന് ആയി കിട്ടണം എന്നുള്ളതാണ് കേട്ടോ. കാരണം ഈ വീട് വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നില്ല ഇങ്ങനെ എടുത്തി പോലെ ഓരോ പ്രശ്നങ്ങൾ പിന്നാലെ വരുന്നുള്ളത്. പിന്നെ ഏറ്റവും വലുത് നമുക്ക് സമാധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീട് കൊടുക്കാമെന്ന് വെച്ചത്. ഇനിയിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി എവിടെയെങ്കിലുമൊക്കെ ഒരു വീട് വെച്ച് മാറണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ മേലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ വാടക വീട്ടിൽ ചെന്നിട്ടുള്ള ക്ലിപ്പുകളൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഞാൻ ഇവിടെ പെട്ടുപോയി. അപ്പോൾ ഇനി ബാക്കി ഉള്ള വിശേഷങ്ങൾ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.